ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപോ അതിനുശേഷമോ എപ്പോഴെങ്കിലും അച്ഛനിൽ നിന്ന് ഇങ്ങനെ ഒരു വധഭീഷണി ഉണ്ടായിരുന്നതായി അപ്പു പ്രതിഭയോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അപ്പു പറഞ്ഞിട്ടുള്ളതായി ഞാൻ ഓർക്കുന്നില്ല മാഡം. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രതിഭയ്ക്കറിയാവുന്ന കാര്യങ്ങൾ. മാഡം ചോദിക്കുന്നുണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. 3:30 മണിക്ക് മിനിസ്റ്റർ ഒരു പ്രസ് മീറ്റ് ഉണ്ട്. ഇനിയൊന്നും ചോദിക്കാനില്ലെങ്കിൽ. ഓ യെസ്, ഇനിയൊന്നും ചോദിക്കാനില്ല. പ്രതിഭ പൊക്കോളൂ. താങ്ക് യു മാഡം. ആ പ്രതിഭ 1 സെക്കൻഡ്. എന്താ മാഡം? അന്ന് ഷൂട്ട് ചെയ്ത ആ വീഡിയോയുടെ ബ്രഷസ് സ്റ്റുഡിയോയിൽ ഉണ്ടാവുമല്ലോ അല്ലേ? ആ ഉണ്ട് മാഡം. അത് എനിക്കൊന്ന് എത്തിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. ഓക്കെ? ശരി മാഡം. ഓക്കെ. ഇന്നത്തേക്ക് താഴത്തെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അപ്പോ വയ്യാതിരിക്കുമ്പോൾ സ്റ്റെപ്പ് കയറണോ? വേണ്ടമ്മ, ഞാൻ എൻ്റെ റൂമിൽ കിടന്നോളാം. അതാ സൗകര്യം. അമ്മ BP അടുത്തോട്ട് വയ്ക്കോ. കുറച്ചു നേരമായിട്ട് റൂം ലോക്ക് ചെയ്തിരിക്കല്ലേ. അത് സാരമില്ല, അച്ഛൻ ഉറക്കാവും. ഞാൻ നിന്നെ റൂമിലാക്കിയിട്ട് വരാം. വാ. ഞാൻ കുറച്ചു നേരം ഇരുന്നോട്ടെ, പിന്നെ കിടന്നോളാം. പെയിനുണ്ടോ അപ്പൂ? ചെറുതായിട്ട്. എന്നാലും നമ്മുടെ BP ഇത്ര സ്ട്രോങ് ആണെന്ന് കരുതിയില്ല. അമ്മ ആ സമയത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ BPയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായേനെ. എന്നാലും BPക്ക് എന്നോട് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നു അമ്മ. ഞാൻ കരുതിയത് ആൾക്കെന്നെ ഭയങ്കര പേടിയായിരിക്കും. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു BPയുടെ അടുത്ത് ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് പോകണ്ടെന്ന്. അതുകൊണ്ട് വലിയൊരു സത്യം മനസ്സിലായില്ല അമ്മയ്ക്ക്. ഈ ലോകത്ത് BPക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണെന്ന്. സത്യം പറയാലോ, ആദ്യത്തെ പേടിയൊക്കെ മാറിയപ്പോ BPയുടെ ആ ഞെരിച്ചു പിടിക്കലിൽ ശ്വാസം പിടിഞ്ഞങ്ങനെ നിന്നപ്പോ ആ കൈകൊണ്ട് തന്നെ ഒരു അവസാനിപ്പിക്കൽ ഞാൻ കൊതിച്ചിരുന്നു. എങ്കിൽ അപ്പൂന്റെ ഈ കഥയ്ക്കും ജീവിതത്തിനും ഏറ്റവും സ്യൂട്ടബിളായ ഒരു എൻഡിങ് ആകുമായിരുന്നു. BPക്ക് ഈ ഭ്രാന്തിൽ നിന്നൊരു ശാപമോക്ഷവും. നീ ഒന്ന് നിർത്തുന്നുണ്ടോ അപ്പൂ? അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിന്റെ കൂടെ നീ കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോ? ഇനി അമ്മയ്ക്ക് മാത്രം ഭ്രാന്ത് പിടിക്കാതിരുന്നിട്ട് വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാനും BPയൊക്കെ ഏകദേശം ട്രാക്കിലായി കഴിഞ്ഞു. ഇനി ഗീതാലക്ഷ്മിയും കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂടിയാ ഈ വീട് തന്നെ ഒരു ഡേഞ്ചർ സോണായിട്ട് പ്രഖ്യാപിക്കാം. എങ്കിലല്ലേ ഒരു രസമുള്ളൂ. ഒന്നാലോചിച്ചാ നീ പറഞ്ഞത് സത്യമാ. എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കാനുള്ള ഒരു എളുപ്പവഴി തന്നെയാ അത്. ചുറ്റും നടക്കുന്ന ഒന്നും അറിയണ്ട, ആരെപ്പറ്റി ആലോചിക്കേണ്ട, ആരുടെയും സങ്കടം കാണണ്ട, ആരെ അഭിനയിച്ച് ബോധ്യപ്പെടുത്താൻ നിൽക്കണ്ട. അങ്ങനെ ഗുണങ്ങളാ കൂടുതലും. അത് ശരി. എന്നെ വഴക്ക് പറഞ്ഞിട്ട് അമ്മ ഇപ്പൊ ഫുൾ നെഗറ്റീവ് ആവാൻ തുടങ്ങിയോ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇതൊക്കെ മാറും അപ്പോ. നീ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടുന്നൊരു സമയം ഉണ്ടാവും. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. എങ്ങനെയെങ്കിലും BPയുടെ പേരിലുള്ള ഈ പോലീസ് കേസ് അതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു. ആ CA ഏത് സമയത്താണ് കയറി വരുന്നതെന്നറിയില്ല. ഇന്ന് നടന്നതിനെ പറ്റിയൊന്നും
അറിയാതെ പോലും നീ മെൻഷൻ ചെയ്യല്ലേ അപ്പു. എങ്കിൽ പിന്നെ VP യെ പ്രതി ചേർത്ത് ആ സ്ത്രീ ഇന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കും. അത്രയ്ക്ക് ദേഷ്യമുണ്ട് VP യോട് അവർക്ക്. നിന്റെ കഴുത്തില് നല്ല പാടായല്ലോ അപ്പു. VPയുടെ വക സമ്മാനമല്ലേ, കിടക്കട്ടെ കുറച്ച് ദിവസത്തേക്ക്. അതല്ല അപ്പു, ആ CA എങ്ങാനും എന്ത് പറ്റിയും ചോദിച്ചാൽ എന്ത് പറയും? ഡോക്ടറോട് പറഞ്ഞ പോലെ സത്യാവസ്ഥ പറയാൻ ഒക്കില്ലല്ലോ. VPയുടെ മാനസിക രോഗമൊന്നും ആ CA പരിഗണിക്കില്ല. അമ്മ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ജെന്യൂൻ റീസൺ കണ്ടെത്താം. എന്നാ നീ കുറച്ചു നേരം കിടക്ക്, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. നമസ്കാരം മാഡം, ഡേയ്സ് ടീച്ചർ അല്ലേ? അതെ. ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഹരിപ്രിയ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഞാൻ മിസ്റ്റർ വിജയ് പണിക്കരുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ്. ഇവിടേക്കുള്ള ഈ വരവും അതിന്റെ ഭാഗമായിട്ടാണ്. മാഡം അകത്തേക്ക് വരൂ. ഡെയ്സി അലക്സ്, സ്വന്തം സ്ഥലം മൂവാറ്റുപുഴ. ഇവിടേക്ക് വന്നിട്ട് ഇപ്പൊ 5 മാസം. മകൻ ജോബിൻ അലക്സ് ഇവിടെ മെഡിക്കെയർ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. മകനും മരുമകൾക്കും ഒപ്പം ടീച്ചർ ഇപ്പോ സമാധാനത്തോടെ സന്തോഷത്തോടെ വിശ്രമ ജീവിതം നയിക്കുന്നു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയല്ലേ ടീച്ചർ? ശരിയാണ്. ഇനി ടീച്ചറെ അന്വേഷിച്ച് ഇവിടെ വരാനുള്ള കാരണം ഞാൻ അങ്ങോട്ട് പറയാം. ഈ പറഞ്ഞ വിജയ് പണിക്കരും ടീച്ചറും തമ്മിൽ ദീർഘനാളത്തെ സൗഹൃദമുണ്ട്. ഐ മീൻ, കോളേജ് പഠനകാലത്ത് നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അതിലുപരി നിങ്ങൾ തിക് ഫ്രണ്ട്സും ആയിരുന്നു. ശരിയല്ലേ ടീച്ചറെ? അതെ. മിസ്റ്റർ പണിക്കർക്ക് ഈ VP എന്ന വിളിപ്പേര് പഠിക്കുന്ന കാലം മുതലേ ഉണ്ടായിരുന്നോ? ഇല്ല, അത് പിന്നീട് വിജയുടെ സ്റ്റുഡൻസ് വിളിച്ചു തുടങ്ങിയതാ. അങ്ങനെയാണ് എൻ്റെ അറിവ്. ഞങ്ങൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ അയാളെ വിജയ്ന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. പഠിക്കുന്ന കാലത്ത് ഈ വിജയ് ആളെങ്ങനെയായിരുന്നു? ഐ മീൻ, മറ്റ് സ്റ്റുഡൻസിനോടും ടീച്ചേഴ്സിനോടുള്ള അയാളുടെ ഇന്ററാക്ഷനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളായിരുന്നു വിജയ്. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ അയാളെക്കുറിച്ച് നല്ല മതിപ്പായിരുന്നു. പഠിക്കാനും ബഹുമിടുക്കനായിരുന്നു. ഈ മോട്ടിവേഷൻ പരിപാടിയൊക്കെ അയാൾക്ക് ക്യാമ്പസിൽ വെച്ചേ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഫ്രണ്ട്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനും വേണ്ടുന്ന ഉപദേശം തരാനും വിജയ് എന്നും മുന്നിലുണ്ടായിരുന്നു. ഐ സി. ഓക്കെ. അന്നേ വിജയ് പണിക്കർ ഒരു നല്ല നടനായിരുന്നു അല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ ക്യാമ്പസ് ഫെസ്റ്റിവൽസിലൊക്കെ പണിക്കർ ഈ നാടകത്തിലും മിമിക്രിയിലും ഒക്കെ പങ്കെടുത്തിരുന്നോന്നാണ്. വിജയ് അങ്ങനെ ഡ്രാമയിലും മിമിക്രിയിലും ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നതായി എൻ്റെ ഓർമ്മയിലില്ല. വിജയ് ആകെ പങ്കെടുത്തിരുന്നത് എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷനിലും എലിക്യൂഷൻ കോമ്പറ്റീഷനിലും ഒക്കെയാണ്. അതിലൊക്കെ അയാൾ മിക്കപ്പോഴും വിന്നറായിരുന്നു താനും. ഓക്കെ മാഡം, ഇനി എനിക്കറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാഡവും വിജയ് പണിക്കരും മാർത്തോമ കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നത് ഡിഗ്രിക്കും പിന്നെ PGക്കും പഠിക്കുന്ന കാലത്താണ് അല്ലേ? അതെ മാഡം. ഒരുമിച്ച് പഠിച്ച ഈ 5 വർഷക്കാലത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഈ വിജയ് പണിക്കർ ക്യാമ്പസിൽ വെച്ചോ അല്ലാതെയോ ആരോടെങ്കിലും അബ്നോർമലായി പെരുമാറിയിട്ടുണ്ടോ? എന്താ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ?
ഒരിക്കൽ മാത്രം. എന്തായിരുന്നു ആ സംഭവം? ഗ്രാജുവേഷൻ ഫൈനൽ ഇയറിന് ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച രേവതി എന്ന കുട്ടി അവളുടെ ലവറും ഒത്ത് ഒളിച്ചോടിപ്പോയി. അതറിഞ്ഞപ്പോ വിജയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഈ പറഞ്ഞ രേവതിയോട് മിസ്റ്റർ പണിക്കർക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നോ? സോഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമില്ല. എന്നുവെച്ചാ? ആ കുട്ടിയോട് ഒരു സഹോദരിയോട് എന്ന പോലെ സ്നേഹമായിരുന്നു വിജയ്ക്ക്. ആ കുട്ടിക്കും വിജയ് സ്വന്തം ആങ്ങളെപ്പോലെയായിരുന്നു. പിന്നീട് ആ കുട്ടി രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞ് എക്സാം എഴുതാൻ കോളേജിൽ വന്നിരുന്നു. എന്നിട്ട് വിജയ് എല്ലാവരും നോക്കി നിൽക്കെ ആ കുട്ടിയെ അതിരൂക്ഷമായി ശകാരിച്ചു. ഉപദ്രവിക്കുമെന്നൊരു ഘട്ടം വന്നപ്പോ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ചേർന്ന് വിജയെ പിടിച്ചു മാറ്റുകയായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ളവർ തനിക്കിഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്താൽ അവരെ അതികഠിനമായി ഉപദ്രവിക്കുന്ന ശീലം പണിക്കർക്ക് പണ്ടേ ഉണ്ടായിരുന്നു അല്ലേ മാഡം? സോറി, ഞാൻ പറഞ്ഞതിന് അങ്ങനൊരർത്ഥമില്ല. ആ ഒരൊറ്റ തവണ മാത്രം. ഇറ്റ്സ് ഓക്കെ. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, കുറച്ചുനാൾ ഈ പണിക്കരുടെ മകൾക്ക്, ഐ മീൻ ആ കുട്ടി ഇപ്പം മകനാണ്, അപ്പുവിനിവിടെ ടീച്ചർക്കൊപ്പം താമസിക്കേണ്ടി വന്നിരുന്നില്ലേ? അതെന്തുണ്ടായിരുന്നു? അപ്പു വിജയോടും ഗീതയോടും പിണങ്ങി വീട് വിട്ട് ഇറങ്ങിപ്പോന്നതാ. പക്ഷെ ഞാൻ അറിഞ്ഞത് അങ്ങനല്ലല്ലോ ടീച്ചറെ. ഈ പണിക്കർ ചെറുക്കന് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കാൻ നോക്കിയെന്നോ, അയാളുടെ ഭാര്യ അത് കണ്ടുപിടിച്ചെന്നോ, അങ്ങനെ പണിക്കരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞ് അമ്മ അപ്പുവിനെ ഇറക്കി വിട്ടതാണെന്നൊക്കെയാണല്ലോ കഥകൾ. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. പക്ഷേ വിജയ് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ മാഡം. പഴയ ചെങ്ങാതിയെ രക്ഷിക്കണമെന്ന് ആർക്കായാലും ഒരു ആഗ്രഹം തോന്നും ടീച്ചറെ. അത് സ്വാഭാവികമാ. ഈ അപ്പുവിന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിനെ അല്ലേ ടീച്ചറിന്റെ മോൻ വിവാഹം കഴിച്ചിരിക്കുന്നത്? അതെ. എന്താ കുട്ടിയുടെ പേര്? മാളവിക. ആ കുട്ടി ഇവിടെ ഇല്ലേ? ഉണ്ട് മാഡം, മുകളിലാണ്. ഒന്ന് വിളിക്കൂ. ആ സെബാസ്റ്റ്യൻ, ഞാനിപ്പോൾ തൻ്റെ വാട്സാപ്പിൽ കുറച്ച് ഡേറ്റാസ് അയച്ചിട്ടുണ്ട്. ആ അതെ, അതൊന്ന് വെരിഫൈ ചെയ്ത് നമ്മുടെ ആ ഫയലിൽ അറ്റാച്ച് ചെയ്യാൻ പറയണം. ഓക്കെ, ശരി. മാളവിക അല്ലേ? അതെ. എന്താ വല്ലാത്തൊരു പരിഭ്രമം പോലെ? ഒന്നുമില്ല മാഡം. മാളവികയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര നാളായി? ഈ വരുന്ന 12ന് 1 മാസം തികയും മാഡം. അതെന്താ മാളവികയ്ക്ക് പറയാൻ അറിയില്ലേ? ടീച്ചറെ, എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ വേണം. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഏയ് ഇല്ല, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ധൃതിയില്ല, സാവധാനം മതി. മാളവിക അല്ല, മാളു. വാ, ഇരിക്ക്, വാ. ഇരിക്കണം. മാളുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പു ആയിരുന്നു അല്ലേ? സേ യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ ടീച്ചർ ചായയുമായി വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ചോദ്യോത്തര പരിപാടി അവസാനിപ്പിക്കാം. പക്ഷേ അതിന് മാളവികയും കൂടി മനസ്സ് വെക്കണം. ഓക്കെ? അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് അപ്പുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാളു ആയിരുന്നു എന്നതാണ്. പിന്നീട് എങ്ങനെയാ അപ്പു മാളുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലാതായത്? അത് അപ്പു ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാ. അത് വെറുതെ. എന്നിട്ട് അപ്പു എന്നോട് പറഞ്ഞത് മാളുവുമായിട്ടിപ്പോ വലിയ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലെന്നാണല്ലോ. അതെന്താ അങ്ങനെ? അപ്പോ നിങ്ങളിൽ ആര് പറയുന്നതാ ഞാൻ വിശ്വസിക്കേണ്ടത്? കമോൺ മാളു, ഗിവ് മീ ആൻ ആൻസർ. മാഡം, അത് പിന്നെ അപ്പു ഒരു ട്രാൻസ്മാനാന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്
എങ്കിൽ ഞാൻ അതിനോട് ചേർത്ത് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് മാളവിക പറയണം. ഓക്കെ? താനൊരു ട്രാൻസ്മാൻ ആണെന്ന് അപ്പു ആദ്യം വെളിപ്പെടുത്തുന്നത് തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ മാളവികയോടാണ്. ശരിയല്ലേ? യെസ്. താനൊരു പുരുഷനാണെന്ന് ക്ലെയിം ചെയ്ത ശേഷം അപ്പു തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ മാളവികയെ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷേ ആ പ്രപ്പോസൽ മാളവിക നിഷേധിക്കുന്നു. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് വെറുതെ. ഇല്ലെങ്കിൽ പിന്നെ അപ്പു എന്തിനാന്ന് സൂയിസൈഡിന് ശ്രമിച്ചത്? അതും മാളവികയുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസങ്ങൾക്ക് മുമ്പ്. നോക്കൂ മാളവിക, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്തായിരുന്നുവെന്നും എങ്ങനെയാണ് പിന്നീട് അത് ഇല്ലാതായതെന്നും ഒക്കെ വളരെ വ്യക്തമായ ധാരണയോട് കൂടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സത്യം മാത്രമേ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി മാളു പറയാവൂ. ഓക്കെ? ഓക്കെ മാഡം. അപ്പുവിന്റെ ആവർത്തിച്ചുള്ള പ്രപ്പോസൽ ശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് മാളവിക ഫാമിലി ഫ്രണ്ടായ ഡോക്ടർ ജോബിന്റെ പ്രപ്പോസൽ സ്വീകരിച്ചത്. ശരിയല്ലേ? അതുകൊണ്ട് മാത്രല്ല, ഡോക്ടർ ജോബിനോട് എനിക്കും സിൻസിയറായിട്ടുള്ളൊരു ഇഷ്ടമുള്ളതുകൊണ്ടാ. ഓക്കെ, ഇറ്റ്സ് വെരി ക്ലിയർ. ഇനി മാളുവിന്റെ VP അങ്കിളിനെ കുറിച്ചൊരു കാര്യം ചോദിക്കട്ടെ. VP അങ്കിൾ എപ്പോഴെങ്കിലും അപ്പുവിനെ ഈ പ്രശ്നത്തിന്റെ പേരിൽ ഉപദ്രവിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും മാളു നേരിട്ട് കണ്ടിട്ടുണ്ടോ? നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിക്കേ. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും മാളുവിനോട് അപ്പു പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പറയണം. VP അങ്കിൾ അവളെ റൂമിൽ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? എനിക്കറിയില്ല മാഡം, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. സത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. പ്ലീസ് ബിലീവ് മീ. ഏയ്, റിലാക്സ് മാളു. ഓക്കെ, ഈ മൂഡിൽ നമ്മൾ തമ്മിൽ സംസാരിച്ചാ ശരിയാവില്ലെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് മാളവികയിൽ നിന്ന് പലതും അറിയാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, നാളെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഓഫീസിൽ വിശദമായിട്ടൊന്നിരുന്ന് സംസാരിച്ചാലോ? അവിടെയാവുമ്പോ നമുക്ക് സ്വസ്ഥമായി സംസാരിക്കാനുള്ള ഒരു മൂഡും ആംബിയൻസും ഒക്കെ ഉണ്ടാവും. അതായിരിക്കും നല്ലത്. ഓക്കെ മാളു? ഒരു കാര്യം കൂടെ, മാളവികയുടെ അച്ഛൻ ഒരു ബിൽഡറാണല്ലേ, മിസ്റ്റർ മുരളീകൃഷ്ണൻ. മുരളി ഹോംസ് എന്ന പേരിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ടല്ലേ? അതെ മാഡം. ഓക്കെ, അപ്പൊ നമ്മൾ നാളെ കഴിഞ്ഞ് കാണുന്നു. ഇനി നമ്മൾ കാണുമ്പോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മാളവികയുടെ കയ്യിൽ ഉത്തരമുണ്ടാവണം കേട്ടോ. VP അപ്പുവിനെ എപ്പോഴെങ്കിലും കൊല്ലാൻ ശ്രമിച്ചതായി അറിയാമോ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. മാളു തനിച്ചിരിക്കുമ്പോ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇനി നമ്മൾ കാണുമ്പോ അതിനുത്തരം പറയണം. ഓക്കെ? മാളു, എന്തു പറ്റി മോളെ? എന്തിനാ നീ കരയുന്നേ? മാഡം എവിടെ പോയോ? പോയി. എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആന്റി? കരയണ്ട.